ഞാൻ നിങ്ങൾക്ക് ഒരു 4 മണി പലഹാരം, അതായത് ഉണ്ണിയപ്പം, എളുപ്പത്തിൽ തയ്യാറാക്കുന്ന വിധം പറഞ്ഞു തരാം. നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ഇതിന് എടുക്കുന്നുള്ളൂ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന്. ഇതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളയരി 20 അല്ലെങ്കിൽ 30 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ 2 പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളമൊഴിച്ച് ഞാൻ അടുപ്പിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്കിനും ഈ കട്ടകളൊക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് അതിനെ അരിച്ച് നമ്മൾ എടുക്കണം. ഇനി നേരത്തെ വെള്ളത്തിലിട്ടിരുന്ന അരി ഞാൻ കഴുകി മിക്സിയിലോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ ശർക്കര ഞാൻ ഒഴിക്കുവാണ്. ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടുന്നത് കുറച്ച് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ ഒരു 3 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 1 ഗ്ലാസ് അരിയും 3 സ്പൂൺ ഗോതമ്പ് പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി അതിനകത്തോട്ട് കുറച്ച് റവയും കൂടെ ആഡ് ചെയ്യുവാണ്. ഇനി നമുക്ക് വേണ്ടുന്നത് ഏലക്കയാണ്. ഞാനിവിടെ ഒരു 2 ഏലക്ക ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഏലക്ക നല്ലൊരു മണം നമുക്ക് കിട്ടും ഈ ഉണ്ണിയപ്പത്തിന്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് പഴം ആഡ് ചെയ്യുവാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലോട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുക്കണം. നമ്മൾ ഒരു നുള്ളു ഉപ്പും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ഉണ്ണിയപ്പത്തിന് തയ്യാറാക്കി എടുക്കാൻ. ഇവിടെ ഇപ്പോൾ എൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയും പതുക്കെ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ചെറിയ ചീനിച്ചട്ടിയിൽ ഇച്ചിരി എണ്ണയൊഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഈ എണ്ണ ചൂടായി വരുമ്പോൾ നന്നായിട്ട് തിളച്ച എണ്ണയിൽ മാത്രം കുറച്ച് മാവൊഴിച്ച് ഫസ്റ്റ് ഒരു ട്രയൽ ചെയ്ത് നോക്കണം. അതിനുശേഷം നമ്മൾ ബാക്കിയും കൂടെ തയ്യാറാക്കുവാണ്. ഇത് 2 സൈഡും വേകാനായിട്ട് തിരിച്ചും മറിച്ചും നമ്മൾ ഇടണം. ഇവിടെ എൻ്റെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. നമുക്ക് 4 മണിക്ക് ഒരു കട്ടൻ കാപ്പിയോ ചായയോ അതിൻ്റെ കൂടെയൊക്കെ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.